ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ നേരുന്നു, അതോടൊപ്പം നബിദിനാശംസകൾ നേരുന്നു. ഇപ്പം ഞങ്ങൾ ജുമുഅ കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ട്സിൻ്റെ വീട്ടിലോട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ്. പോകുന്ന വഴി ആ ഏരിയയിലുള്ള ചില ദൃശ്യങ്ങളാണ് ഇതിലോട്ട് പകർത്തിയിട്ടുള്ളത്. നിങ്ങൾ കാണുക, എൻജോയ് ചെയ്യുക. അപ്പോൾ നല്ല മനോഹരമായ ദൃശ്യങ്ങളായിരുന്നു നമ്മൾ പകർത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് അവരെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം അവരെ വീടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഈ കാണുന്നതാണ് അവന്മാരുടെ വീട്. അപ്പോൾ ഞങ്ങളിതേ അവിടോട്ട് എൻട്രി ആവാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കാണുന്നത് അവിടെ ഉള്ള ലോണാണ്. ഇപ്പോൾ അവരുടെ ഏരിയയിലുള്ള ലോണാണ് ഈ കാണുന്ന ഏരിയ. ഇത് പിന്നെ നെയ്ബറിൻ്റെ വീടാണ്. ഇപ്പോൾ ഈ കാണിക്കുന്നത് നിങ്ങൾ അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂസാണ് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്, കാണിക്കുന്നതൊക്കെ. സംഭവം അടിപൊളി വ്യൂ ആയിരുന്നു. അവിടുന്ന് മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടെന്ന്. സംഭവം കിടിലനായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ മെയിൻ പരിപാടിയിലോട്ട് പോകാം. ഇത്രയും ഐറ്റംസ് അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പ്രിപ്പറേഷൻ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ജുമുഅ കഴിഞ്ഞ് ചെയ്യുന്നതിന് ശേഷം ഇവന്മാരെല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ ബാക്കി വള്ളി, ഞാനും ഷാക്കിറും മാത്രമേ കഴിക്കാനുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളിത് നാട്ടിലെ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ് വളരെ ആസ്വദിച്ച് കഴിക്കുമായിരുന്നു. സംഭവം കിട്ടുമായിരുന്നു. ഞാൻ ലാസ്റ്റ് മൊമെൻറ്റ്സ് സംഭവം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പായസം പപ്പടം കൂടി കഴിക്കുന്നതാണ്. ഇപ്പം നമ്മളെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കാണുന്നത്. കാരണം വെച്ചാൽ നമ്മൾ സദ്യ കഴിക്കുന്നതൊക്കെ ശരിക്ക് പോർട്രേറ്റിലാണ് വീഡിയോ എടുത്തിട്ടുണ്ടായത്. ഇപ്പം ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല അതൊന്നും. പിന്നെ ആ സമയം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു മഴ ഉണ്ടായിരുന്നു. മീൻസ് വെയിലും മഴയും കൂടെ ആയിരുന്നു. പക്ഷേ അത്ര ഗ്രാൻഡായിട്ടുള്ള മഴയല്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു മഴ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും അകത്തിരിക്കുന്നു. അതിനുശേഷം മഴയൊക്കെ ഒഴിവായതിന് ശേഷം നമ്മളിത് പിന്നെ ഫോട്ടോഷൂട്ട് ആരംഭിച്ച എല്ലാവർക്കും അറിയാമല്ലേ. എല്ലാവരും പിന്നെ മോസ്റ്റ്ലി എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഫോട്ടോഷൂട്ടിലോടാണ്. പിന്നെ എല്ലാവരും അവരവർക്ക് വേണ്ട ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ഗ്യാങ്ങായിട്ടൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ടീംസ് കംപ്ലീറ്റ്. ഇവരെല്ലാവരും നമ്മളെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാവരും എറണാകുളം, പാലക്കാട്, തൃശ്ശൂർ, ട്രിവാൻഡ്രം, കണ്ണൂർ, മലപ്പുറം ഏരിയ എന്നൊക്കെ വളരെ കുറവാണ്. ബാക്കി എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്ന് അത്യാവശ്യം ആളുകളുണ്ട്. ഈ കാണുന്ന നമ്മുടെ ഈ മുണ്ടെടുത്ത ആളാണ് ശ്രീകുട്ടേട്ടാ. ഒയ്യോ, ഒരു ലെവലിൽ അവർ മുണ്ടെടുക്കാനൊന്നും അറിയില്ല, വേറെ ലെവലാണ് അവന്. ഇതോ കണ്ടില്ലേ, നമ്മളെ പാർട്ട്ണറും കൂടിയാട്ടോ. നമ്മളെ ജോബ് ചെയ്യുന്ന സ്ഥലത്തുള്ള നമ്മളെ പാർട്ട്ണറും കൂടിയാണ്. പിന്നെ ഇവന്മാരെ പേരൊക്കെ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. എനിക്ക് കറക്റ്റായിട്ട് എല്ലാവരും ഒന്നും കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. എല്ലാവരും ഫസ്റ്റായിട്ട് ഞാൻ മീറ്റ് ചെയ്യണം ഇവിടെ. പിന്നെ ഈ നമ്മൾ ഭക്ഷണം കഴിച്ച് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, അവിടെ ഫുട്ബോൾ ജസ്റ്റ് എല്ലാവരും കൂടെ ഒന്ന് റീടച്ച് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരും. സംഭവം കിട്ടില്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, സത്യം പറയാമല്ലോ. യൂറോപ്പിലൊക്കെ വന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്നതിന് വലിയൊരു സംഭവമായിട്ട് ഞാൻ കാണുന്നത്. കാരണം വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഗ്യാങ്ങിനെ കിട്ടുക, അതേപോലെ ഇത്തരത്തിൽ നമ്മൾ സദ്യക്ക് പ്രിപ്പയർ ചെയ്യുക. ശരിക്കും നമ്മളെന്താ പറയുക, നമ്മൾ നാട്ടിൽ കൂടിയിട്ടുണ്ടായിരുന്ന ഒരു ഫീലാണ് സത്യം പറഞ്ഞാൽ എനിക്കവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് നല്ല ഫ്രണ്ട്സുകളായിരുന്നു എനിക്ക് അവിടെ ഉണ്ടായിരുന്നത്. സത്യത്തിൽ നമ്മൾ നാട്ടിൽ തന്നെ ആണെന്നുള്ളൊരു ഫീലും കൂടി വന്നു. പിന്നെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ സംഭവങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. മീൻസ് നമ്മുടെ നാട്ടിലെ ആ കളികളൊക്കെ ഒന്ന് ജസ്റ്റ് റീടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ അതൊന്നും ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. കാരണം മഴ പെയ്യുമെന്നുള്ളൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു. പിന്നെ ആരും അത്ര കണ്ട് ഏബിളല്ല ഇങ്ങനത്തെ കളികളിലോട്ടൊന്നും അത്തരത്തിൽ മൂടുണ്ടായിരുന്നില്ല. അറിയാമല്ലോ, ഓണൊക്കെ ആയതിൻ്റെ പേരിൽ അവർ കുറേ ആൾക്കാരൊക്കെ ചെറുതായിട്ടൊക്കെ മൂഡിലായിരുന്നു. അപ്പോൾ അവർക്കൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളിത് ഇതുപോലെ കുറേ ചെറിയ നല്ല സന്തോഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് അടിപൊളിയായിട്ട് ഏകദേശം ഒരു 1 hour ഞങ്ങൾ ഇതേപോലെ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഇവരുടെ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ടീംസ്, കൊളംബിയൻ ടീംസാണ്, കൊളംബിയൻ ഫാമിലി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ. ഇപ്പോൾ അവരെ ഞാൻ കാണിക്കാം. അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഗേറ്റിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവരെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പയ്യൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ. അവൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ആ വള്ളിബായി പോകുന്നുണ്ട്. അവൻ്റെയും ഫ്രണ്ടാണ്. പിന്നെ അതുകൂടാണ്ട് വേറെ ഒരുത്തുണ്ട്, അവൻ്റെ പേരെനിക്ക് ശരിക്കും കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ കേട്ടോ. അവൻ്റെയും ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരെ റിസീവ് ചെയ്തു. അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർ വന്നപ്പം അവർക്ക് മോസ്റ്റ്ലി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള സേമിയ പായസമായിരുന്നു. കിട്ടില്ലാം ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. ആരതിൻ്റെ കുക്കെന്ന് സത്യം പറഞ്ഞാൽ ഷജിനോ അങ്ങാണ്ടാണ് ആളെ പേര്. പൊള്ളി ടേസ്റ്റ് ചെയ്യുന്നു സംഭവം. ഡിഷുകളൊക്കെ കേട്ടോ, കറികളും പായസവും എല്ലാം വളരെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ കാണുന്ന ടീംസാണ് നമ്മുടെ കൊളംബിയൻ ഫാമിലി കേട്ടോ. കൊളംബിയക്കാരാണ് അവർ. എനിക്ക് അവരുടെ പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. ഓഫീസിലുള്ള ടീം തന്നെയാണ്, പക്ഷേ ഞാൻ അവരെ കണ്ടില്ല. അവർ വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നത്. എൻ്റെതായ സെയിം ഡിപ്പാർട്ട്മെൻറ്റ്, എല്ലാവരും വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവർ അറിഞ്ഞുകൂടാ. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഹൈഡായിട്ടൊരു സാധനം കണ്ടത്, മുന്തിരി. എൻ്റെ പൊന്നോ, വേറെ ലെവലായിരുന്നു കേട്ടോ. ഞാൻ പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല പുളിയായിരുന്നു. സംഭവം സെറ്റായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഓണത്തിൻ്റെ ചില സന്തോഷ നിമിഷങ്ങൾ. അപ്പോൾ എല്ലാവരിലേക്കും ഇത് എത്തിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കാണുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക,
ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ നൈസ് ഡേ ടു ഓൾ. ടേക്ക് കെയർ. ബൈ.